സ്കൂട്ടർ അങ്ങനത്തെ വണ്ടികൾ പോരാ, കുറച്ചും കൂടി നല്ല കൂടിയ ബൈക്കുകൾ വേണം. ഫോർ എക്സാമ്പിൾ സൂപ്പർ ബൈക്സ് അല്ലെങ്കിൽ ഹിമാലയൻ, കുറച്ചും കൂടി സ്പോർട്ടി ലുക്കുള്ള ബൈക്കുകൾ, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് വേണമെന്നുള്ളതുണ്ടെങ്കിൽ വേറെ ഞാൻ സൈഡ് സജസ്റ്റ് ചെയ്ത് തരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബാംഗ്ലൂരിൽ വന്നൊരു സമയത്ത് ഒരു സ്കൂട്ടർ റെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വോഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ടാണ് അന്ന് ചെയ്തത്. അപ്പോൾ അന്നത്തെ വീഡിയോയ്ക്ക് അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ കുറേ വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ബാംഗ്ലൂർ വന്നപ്പോൾ ആ ആപ്പ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ അഫോർഡബിളായിട്ട് സ്കൂട്ടർ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഒരു ആപ്പ് ഗൂഗിളിൽ നിന്ന് കണ്ടു, വൺ ബൈക്സ് എന്നാണ് എൻ്റെ പേര്. സോ ഞാൻ അതിൽ നിന്ന് ഒരു സ്കൂട്ടർ ബുക്ക് ചെയ്തു. ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ബൈക്ക് റെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അത്യാവശ്യം വളരെ അഫോർഡബിളായിട്ട് ബൈക്ക് റെൻറ്റിനെടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ആപ്പാണ് ഈ പറയുന്നത്. ഇതിപ്പോൾ ആപ്പായിട്ടുകൊണ്ട് ഗൂഗിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താലും കിട്ടും. ഇതാണ് അവരുടെ ആപ്പിൻ്റെ പേര്, ONN എന്നുള്ളതാണ്. ഓക്കെ, ONN ബൈക്സ്. ഇതിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്നാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ അവർലി റേറ്റിന് നിങ്ങൾക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഞാനൊരു ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവയാണ്. അത് കറക്റ്റ് 1 ഡേ 24 hours വേണ്ടി ബുക്ക് ചെയ്തു. അപ്പോൾ 369 rupees നമുക്ക് 178 kilometers കിട്ടുന്ന ഒരു ആക്റ്റീവ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 day സ്റ്റേ 2 day സ്റ്റേക്കൊക്കെ ബാംഗ്ലൂരിൽ വരുന്നവർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അഫോർഡബിളായിട്ട് കിട്ടുന്ന സ്കൂട്ടേഴ്സും ബൈക്സും കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അറിഞ്ഞുകൂടാത്തവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് ഈ പറഞ്ഞ സൈറ്റ്. അതിനകത്തുള്ള സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷനും കാര്യങ്ങളുമാണ് ഈ കാണിക്കുന്നത്. പല പല സ്കൂട്ടേഴ്സ്, ബൈക്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓരോ ബൈക്സിനും അതിൻ്റേതായ റേറ്റും വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് 369, 400 to 500 rupees എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. സോ നെക്സ്റ്റ് ടൈം ബാംഗ്ലൂർ വരുമ്പോൾ ബൈക്ക് റെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഈ ആപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ആക്റ്റീവ. ഓക്കെ, ബാക്കിലിരിക്കുന്നത് നമ്മുടെ വണ്ടിയായിട്ടൊരു ബന്ധമില്ല. സോ ഇതാണ് വണ്ടി, വൺ ബൈക്സ്. അപ്പോൾ വണ്ടി കുഴപ്പമില്ല, ഓടുന്നൊരു കണ്ടീഷനാണ്. ഭയങ്കര ടോപ്പ് ക്ലാസ് ഒന്നും അല്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഇതുവരെ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഓടുന്നൊരു ആക്റ്റീവ 400 rupees കിട്ടിയത്. ചിലപ്പോൾ നല്ല വണ്ടികളും കിട്ടുമായിരിക്കും. എനിക്ക് കിട്ടിയപ്പോൾ ഇച്ചിരി വണ്ടി എൻ്റെ കാര്യത്തിൽ ഒരു ശോകം, അല്ലെങ്കിൽ നമ്മൾ ശോകം എന്ന് പറയുന്ന പോലെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ഫ്രണ്ടിൽ ഇച്ചിരി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നട്ടൊക്കെ അടിച്ച് കയറ്റി വെച്ചേക്കുന്നതാണ്. പക്ഷേ വേറെയും വണ്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവരെനിക്ക് ഈ വണ്ടിയാണ് തന്നത്. എൻ്റെ പർപ്പസിന് ഒരു സ്കൂട്ടർ വേണം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഒരു സ്കൂട്ടർ കിട്ടി. സോ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാംഗ്ലൂർ വരുന്ന ആൾക്കാർക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ മെജസ്റ്റിക്കിലാണ് നിന്നത്. ഓക്കെ, ഈ വൺ ആപ്പിന് ഒരുപാട് സ്ഥലത്ത് ലൊക്കേഷൻസ് ഉണ്ട് നമുക്ക് വണ്ടി പോയി എടുക്കാൻ പറ്റുന്ന. അവരുടെ സ്റ്റേഷൻ എന്ന് പറയും കോർമംഗലയിൽ 1-2 ഇടത്തുണ്ട്. ഞാനെടുത്തത് JP നഗറിൽ നിന്നാണ്. ബിക്കോസ് JP നഗറിൻ്റെ അടുത്ത് മെട്രോ ഉണ്ടായിരുന്നു. ആ മെട്രോന്ന് ഇറങ്ങി ഒരു 1.5 kilometers എന്തോ നടന്നു കഴിഞ്ഞാൽ, ഒരു 10 to 15 minutes നടന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ സ്റ്റേഷൻ എത്താം. അപ്പോൾ അവിടെ പോയി വണ്ടി എടുക്കുക. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യാനും എളുപ്പമായിരിക്കും. ബാക്കി കൊടുത്തിരുന്ന ലൊക്കേഷൻ അടുത്തൊന്നും മെട്രോ ഇല്ല. ഒന്ന് കോർമംഗലയും പിന്നെ വേറെ എവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് തിരിച്ചു വരാനും അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സോ എനിക്കൊരു ദിവസത്തേക്ക് ആവശ്യത്തിന് വണ്ടി വേണമായിരുന്നു. സോ വണ്ടി എടുത്തു. പിന്നെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 rupees വണ്ടി കിട്ടി. സോ വണ്ടി എടുക്കണമെന്ന് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഈ ആപ്പ് എടുത്ത് നോക്കാം. വൺ ബൈക്സ് ഒന്നും കൂടി പറയുകയാണ്. വണ്ടി ഭയങ്കര നീറ്റ് വണ്ടികളൊന്നും കിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് റെൻറ്റിന് എടുക്കുന്ന വണ്ടികളൊക്കെ ആയിരിക്കും വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്കൂട്ടർ. ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ കൂടി എടുക്കണമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ എടുക്കണതാ. ഭയങ്കര നീറ്റ് കണ്ടീഷനൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല, ഓടുമെന്ന് തോന്നണം. ഓൺ ബൈക്സ് കണ്ടോ, നമ്മുടെ ലോഗോയും കാര്യങ്ങളും. ടാക്സി നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പോൾ ശരി, ഓടിച്ച് നോക്കിയിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ ബാക്കി റിവ്യൂ പറയാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, വണ്ടി എടുക്കുമ്പം തന്നെ നമുക്ക് അവിടുന്ന് തന്നെ ഹെൽമെറ്റും കാര്യങ്ങളും കിട്ടും. മറ്റേ 100 രൂപ അല്ലെങ്കിൽ 50 രൂപയുടെ ഹെൽമെറ്റ് അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെൽമെറ്റാണ് അവർ തന്നത്. അഡീഷണൽ ഹെൽമെറ്റ് വേണമെങ്കിൽ അവിടുന്ന് 50 rupees തരാം. അല്ല, 50 rupees എന്തോ അഡീഷണൽ ആയിട്ടൊരു ഹെൽമെറ്റിനാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ വണ്ടി എടുത്ത് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ബൈക്ക് റെൻറ്റിന് എടുക്കുന്നതിനെ പറ്റിയിട്ട്. സോ അങ്ങനെ ഞാൻ വണ്ടി തിരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിൽ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാൻ വിട്ടുപോയി. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. സംഭവം നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം വണ്ടി എടുക്കുന്നവർക്ക്. പിന്നെ നമ്മുടെ ആധാറിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ കോപ്പിയോ, അതായത് കാർഡ് കാണിക്കാൻ പറ്റുമെങ്കിൽ ആധാർ കാർഡ് കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോയിലോ ഫോണിലുണ്ടായിരുന്നാലും മതി. ഇൻ അഡീഷൻ ടു ദാറ്റ് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ പ്രൂഫ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നു ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ വീടോ അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ട്, നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമ്മൾ കാണിക്കണം. നമുക്ക് പ്രൂഫ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം കിട്ടത്തില്ല. ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ പ്രൂഫ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും നമുക്ക്, അത് കാണിച്ചാലും മതി. അത് കാണിച്ചാൽ മതി. അല്ലാണ്ട് വീട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് എന്തെങ്കിലും പ്രൂഫ് കാണിക്കേണ്ടി വരും. സോ ഈ 3 ഡോക്യുമെൻറ്റ്സാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുൾ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഓൺലൈനാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു 19 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ അത് വെഹിക്കിളും കവേർഡാണ്, വണ്ടി ഓടിക്കുന്ന ആൾക്കും കവേർഡാണ്, അതുപോലെ തന്നെ പിനിയനും കവേർഡാണ്. അപ്പോൾ 3 പേർക്കും ആ ഇൻഷുറൻസ് കവറേജ് 19 രൂപ എടുത്ത് എടുക്കുന്നത് എന്തുകൊണ്ട് ലാഭമായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് വണ്ടിക്ക് എന്തെങ്കിലും പറ്റി ആക്സിഡൻറ്റ് ഇൻ കേസ് ഉണ്ടാവുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാം. ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിൽ അതൊക്കെ എപ്പോൾ വേണം എന്ത് വേണം സംഭവിക്കാം. കാരണം അങ്ങനത്തെ ട്രാഫിക്കാണ് ഇവിടെ. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ആൾക്കാരുടെ എല്ലാം. സോ വണ്ടി എടുക്കുന്നവർ അത്യാവശ്യം നീറ്റായിട്ടുള്ള വണ്ടി എടുക്കാൻ ശ്രമിക്കുക. എനിക്ക് കിട്ടിയ വണ്ടി ഭയങ്കര കണ്ടീഷനൊന്നുമല്ല. ബ്രേക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ബ്രേക്കുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഷേക്ക്, ഫ്രണ്ടൊക്കെ ഫുൾ നട്ടൊക്കെ പോയി, എൻ്റെ ഹെഡൊക്കെ ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു. വണ്ടി ഓഫാവുന്ന പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ പരിപാടികളൊക്കെ നടന്നു. കാരണം ഞാൻ പറഞ്ഞില്ല മെജസ്റ്റിക്കാണ്. മെജസ്റ്റിക്കിൽ നിന്ന് എനിക്ക് ഇലക്ട്രോണിക് സിറ്റി വരെ പോകണമായിരുന്നു. ഇങ്ങോട്ട് പോകാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഊബറൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. അതും ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാവരും നാട് വിടുന്ന ടൈമാണ്. ചെന്നൈയിലോട്ടും കേരളത്തിലോട്ടും എല്ലാ വണ്ടിയും, മിക്ക വണ്ടികളും ഇലക്ട്രോണിക് സിറ്റി വഴിയാണ് പോകുന്നത്. ബസ്സുകൾ, അതുപോലെ തന്നെ ബൈക്കാണെങ്കിൽ അങ്ങനെ, കാറാണെങ്കിൽ അങ്ങനെ. ഓൾമോസ്റ്റ് റോഡെല്ലാം ട്രാഫിക്കായിരിക്കും. സ്കൂട്ടർ അല്ലാണ്ടൊരു വണ്ടി പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. പിന്നെ ഇലക്ട്രോണിക് സിറ്റിയിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടോൾ റോഡുണ്ട്. രാവിലെ ടോൾ എടുക്കാണ്ട് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ആ ടോൾ എടുത്തിട്ട് ആ ടോൾ റോഡിൽ പോയി 25 രൂപ കൊടുത്താൽ മതി. നമുക്ക് വെയിലൊന്നും കാണില്ല. പക്ഷേ രാവിലെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ടോൾ എടുക്കാതെ പോകുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യുന്നതാണ് ഞാൻ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞത്. കാരണം മുകളിൽ ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ തണൽ കൊണ്ട് പോവാം. താഴെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി തണൽ കൊണ്ട് പോവാം. ഇനി നിങ്ങൾക്ക് സ്കൂട്ടർ അങ്ങനത്തെ വണ്ടികൾ പോരാ, കുറച്ചും കൂടി നല്ല കൂടിയ ബൈക്കുകൾ വേണം. ഫോർ എക്സാമ്പിൾ സൂപ്പർ ബൈക്സ് അല്ലെങ്കിൽ ഹിമാലയൻ, കുറച്ചും കൂടി സ്പോർട്ടി ലുക്കുള്ള ബൈക്കുകൾ, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് വേണമെന്നുള്ളതുണ്ടെങ്കിൽ വേറൊരു ഞാൻ സൈറ്റ് സജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ട്വിസ്റ്റ് ത്രോട്ടിൽ എന്നാണ് എൻ്റെ പേര്. അതും കൂടി ഒന്ന് കയറി നോക്കാം. സോ ബാംഗ്ലൂർ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടികളും അവൈലബിൾ ആവും. ഇത് അവർലിയാണ് ചാർജ്. അതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. അവർലി ആകുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ആഗ്രഹമുള്ള വണ്ടികളൊക്കെ വന്ന് എടുക്കാം. നിഞ്ച ZX ഒക്കെ ഉണ്ടെന്ന് വേണം. നിഞ്ചയും കണ്ടതുപോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. ഞാൻ ബെൻലിയൊക്കെ ഉണ്ട് അതിനകത്ത്. സോ ആ സൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ചെറിയൊരു സ്ക്രീൻ റെക്കോർഡും കൂടി ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ട്വിസ്റ്റ് ത്രോട്ടിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. പ്രീമിയം ബൈക്ക് റെൻ്റൽസ് ഇൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അവരുടെ ഗൂഗിൾ സൈറ്റിൽ ഫസ്റ്റ് കാണുന്നത്. ആപ്പ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഗൂഗിളിലാണ് ഞാൻ കണ്ടത്. അവരെടുക്കുമ്പം തന്നെ അവരുടെ ബൈക്സിൻ്റെ ലിസ്റ്റ് കാണിച്ചിരുന്നുണ്ടോ. അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ. ഹയാബുസയൊക്കെ ഉണ്ട്. 644 per hour, ZX 10R, Z1000, ട്രയംഫ്, എല്ലാ വണ്ടികളും ഉണ്ട്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. നിഞ്ച 650 ഒക്കെ 167 per hour. ഹിമാലയൻ 450 പുതിയ വണ്ടിയാണ്. ട്രയംഫ് സ്ക്രാംബ്ലർ പുതിയ വണ്ടിയാണ്. ഡ്യൂക്ക് 390 2024 ലേറ്റസ്റ്റ് എഡിഷൻ വണ്ടികളും പഴയതും പുതിയതും എല്ലാം. സൂപ്പർ ബൈക്ക്, സ്പോർട്ട് ബൈക്ക്, ഹാർലി ഡേവിഡ്സൺ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ബാംഗ്ലൂർ വരുന്നവർ സൂപ്പർ ബൈക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ റെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പേജ് ചെക്കൗട്ട് ചെയ്യുക. ബട്ട് റൈഡ് കെയർഫുള്ളി, റൈഡ് റെസ്പോൺസിബിളി. ബാംഗ്ലൂരാണ്, ട്രാഫിക് കുറച്ച് കടുപ്പമാണ്.